ഹായ് പ്രിയപ്പെട്ടവരെ, എന്താണ് കാർപ്പൽ ടണൽ സിൻഡ്രം? ചില സ്ത്രീകൾ പറയാറുണ്ട് അവർക്ക് പ്രസവം കഴിഞ്ഞതിന് ശേഷം ഈ റിസ്റ്റിൻ്റെ ഭാഗത്ത് വല്ലാത്തൊരു പേശി വലിവ് പോലെയും വേദനയും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടെന്ന് പറയാറുണ്ട്. അത് ഈ കാർപ്പൽ ടണൽ സിൻഡ്രത്തിൻ്റെ ഒരു സിംറ്റമാണ്. എന്താണ് ഈ കാർപ്പൽ ടണൽ എന്ന് നോക്കാം. ഈ നമ്മുടെ കൈ ഫോറാമുമായി ചേരുന്ന ഭാഗത്ത് ഒരു ബോണുണ്ട്. ഈ ബോണ് കൊണ്ടാണ് ഇതിനെ ജോയിൻ്റ് ആക്കിയിരിക്കുന്നത്. അതിനെ കാർപ്പൽ ബോൺ എന്നാണ് പറയാറ്. ഇത് ചേരുമ്പോഴാണ് ഈ ജോയിൻ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ഉണ്ടാകുന്ന വേദന, കഠിനമായൊരു വേദന, പേശി വലിവ്, ഇതിനാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രം എന്ന് പറയുന്നത്. ഇതിന് പ്രധാനമായൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫോറാമിൽ നിന്നും കയ്യിലേക്ക് വരുന്ന ഒരു മീഡിയൻ നെർവ് ഉണ്ട്. അതിനെന്തെങ്കിലും കംപ്രഷൻ പറ്റുകയോ എന്തെങ്കിലും ഡാമേജ് പറ്റുകയോ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള വേദന അനുഭവപ്പെടുന്നത്. പ്രസവം കഴിഞ്ഞവരിൽ പെട്ടെന്ന് ഇത് ഉണ്ടാകാൻ കാരണം ഈ ഫ്ലൂയിഡ് റിട്ടൻഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ മീഡിയൽ നെർവിലെ എന്തെങ്കിലും ഡാമേജോ, അല്ലെങ്കിൽ അമിതമായി ഈ ടൈപ്പിംഗ് ചെയ്യുന്നവർ, ഈ കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അങ്ങനത്തെവർക്കും ഇത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും ആക്സിഡൻറ്റ് കൊണ്ട് ഇതുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അമിതവണ്ണം ഉള്ളവർക്ക് ഇത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ജന്മന ചെറിയ കാർപ്പൽ ടണലുമായി ജനിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഈ കാർപ്പൽ ടണൽ സിൻഡ്രം ഉണ്ടാകാറുണ്ട്. വാതരോഗമുള്ളവർക്ക് ഇത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ കോർട്ടിക്കോസ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ ഉണ്ട്. അത് ഈ എഫക്റ്റഡ് ഏരിയയിൽ, ഈ കാർപ്പൽ ടണലിൻ്റെ ഏരിയയിൽ ഇഞ്ചക്റ്റ് ചെയ്തിട്ടും പിന്നെ സർജറി വഴിയൊക്കെ ഇത് മാറ്റിയെടുക്കാവുന്നതാണ്. ഇതത്ര വലിയ പേടിക്കേണ്ട ഒരു അസുഖമല്ല. ഓക്കെ, താങ്ക് യു.